ഇത് ഇദ്ദേഹത്തിനുള്ള മറുപടി അല്ല, അങ്ങനെ ആരും കാണരുത്. ഞാൻ എൻ്റെ സ്ഥാപനങ്ങളിൽ വരുന്ന ഇങ്ങനത്തെ 1-2 പ്രോബ്ലത്തിനുള്ള മറുപടി ആയിട്ടാണ് പറയുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവൻ. അരീക്കോട് ഗൾഫ് ഫോണാണ്, പല ഓഫറും കൊടുക്കും. മക്കളെ തട്ടിപ്പാണ്, ഭൂലോക തട്ടിപ്പാണ്. ഞാനതൊരു ഫോൺ എടുത്ത്, ഒരു സെക്കൻഡ് ഫോണാണ് ഫസ്റ്റ് ഞാൻ പോയിട്ട് എടുക്കുന്നത്. സെക്കൻഡ് ഫോൺ എടുത്ത് എല്ലാം നോക്കി കുഴപ്പമൊന്നുമില്ല. പിന്നെ വീട്ടിൽ എത്തിയപ്പോഴാണ് അതിന് കംപ്ലൈന്റ് മനസ്സിലായത്. അത് കഴിഞ്ഞ് ഞാൻ കൊടുത്ത്, ഓക്കെ സെക്കൻഡ് ഫോൺ ചിലപ്പോൾ ചെറിയ കംപ്ലൈന്റ് ആവും, നമ്മൾ മിസ്റ്റേക്ക് ആവാം, ചിലപ്പോൾ അവർ മിസ്റ്റേക്ക് ആവാം. എടുത്ത് പുതിയ ഫോൺ എടുത്ത്, അതാ പിന്നെ കംപ്ലൈന്റ് ഇല്ല, 1 വർഷം നോക്കുവാണ്, വാറന്റി ഉണ്ട്. ആ പുതിയ ഫോൺ 2 മാസം കഴിഞ്ഞപ്പോൾ അതിന് ഓരോ കംപ്ലൈന്റ് വരാൻ തുടങ്ങി. ഈ കംപ്ലൈന്റ് കൊണ്ട് ഞാൻ പോയിട്ട് അവർ സ്റ്റാഫിനോട് പറഞ്ഞു, രാവിലെ വൈകുന്നേരം നിർത്തിച്ച് അവർ വേറെ കാര്യം അത് കൊടുത്തിട്ട് അവരെന്ത് ചെയ്ത്, ഇത് ഇവിടെ കോഴിക്കോട് ഓപ്പൺ കമ്പനി കൊണ്ടുപോകണം പറഞ്ഞു. ഇത് സോഫ്റ്റ്വെയർ ഇഷ്യൂ. ഞാൻ പറഞ്ഞു സോഫ്റ്റ്വെയർ ഇഷ്യൂ അല്ല, മൈക്കിന്റെ മറ്റു പ്രശ്നം ഉണ്ടാവും, സോഫ്റ്റ്വെയർ ഇഷ്യൂ ആവാൻ ചാൻസ് ഇല്ലായിരുന്നു. അവരെന്താ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആവാൻ ചാൻസ് ഉള്ളവരെ കൊണ്ടുപോയി. അതിന് ഞാൻ 1 ദിവസം കൊടുത്ത്, ഫോൺ ഫുള്ള് ഫോർമാറ്റ് ഫുള്ള് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ 1-2 ദിവസം വട്ടം കറക്കിയിട്ടുണ്ട് അവർ. അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഫോൺ കംപ്ലൈന്റ്. എത്ര വട്ടം നമ്മൾ അവിടെ പോയി കൊടുക്കുക? ഇതാണ് ഗൾഫ് ഫോണിന്റെ പ്രശ്നം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ ഗൾഫ് ഫോണും പല ഓണം പറഞ്ഞ പല തട്ടി പ്രശ്നം, അദ്ദേഹത്തിന്റെ പ്രശ്നം വീഡിയോയിൽ പറഞ്ഞല്ലോ. ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അഫ്കോഴ്സ് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ മുക്കത്ത് ബേസ് ബാൻഡ് ഗാഡ്ജറ്റ് സബ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്. ഇങ്ങനത്തെ ഇഷ്യൂസ് നമ്മളെടുത്തും വരാറുണ്ട്. സെക്കൻഡ് ഹാൻഡ് ഫോൺ അദ്ദേഹം വാങ്ങി, അദ്ദേഹം അത് കംപ്ലൈൻ്റ് ആണെന്ന് വീട്ടിൽ ചെന്ന് നോക്കിയപ്പം മൂപ്പർക്ക് മനസ്സിലായി. മൂപ്പരെ തിരിച്ച് അതേ സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുത്തപ്പം ആ സ്ഥാപനം അത് ആക്സെപ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് പുതിയ ഫോൺ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആ കസ്റ്റമർ പറഞ്ഞ കംപ്ലൈൻറ്റ് ന്യായമായതുകൊണ്ട് ആ ഷോപ്പിൽ അദ്ദേഹത്തിന് കൊടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റാണ്. അദ്ദേഹം ആ സെക്കൻഡ് ഹാൻഡ് ഫോൺ അവർ തിരിച്ചെടുക്കുകയും പകരം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പുതിയ ഫോണാക്കി മാറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥാപനം ചെയ്തിട്ടുള്ളത് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഡീലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കേസ്, അദ്ദേഹം വാങ്ങിയത് പുതിയ ഫോണാണ്. പുതിയ ഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പുതിയ ഫോൺ വാങ്ങിയിട്ടുള്ള ആൾക്കാരായിരിക്കും. പുതിയ ഫോണ് നിങ്ങളാണ് പൊട്ടിക്കുന്നത്. ആ ബോക്സിൽ നിന്നും നിങ്ങളാണ് പൊട്ടിച്ചിട്ട് പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കുന്നത്, നിങ്ങളാണ് സിം ഇടുന്നത്, നിങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ ഞങ്ങളാണോ? ഫസ്റ്റിലെ ചോദ്യം അതാണ്. അല്ല, ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതത് കമ്പനികളാണ്. ഈ അതത് കമ്പനികൾ അവരുടേതായ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുകൾ ഓരോരോ ഡിസ്ട്രിക്റ്റിലും 1-2 സ്ഥലങ്ങളിലായിട്ട് അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റുകൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് സർവീസ് പീരീഡിൻ്റെ ഉള്ളിലാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുകൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് വിൽക്കുന്ന ആൾക്കാർ മാത്രമാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പ്രകാരം 2 മാസത്തോളം അവർ ഉപയോഗിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ കംപ്ലൈൻറ്റ് തുടങ്ങി. ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും കംപ്ലൈൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എവിടുന്നാണോ വാങ്ങിയത് അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകും. നമ്മളെടുത്ത് ഒരുപാട് പേർ കൊണ്ടുവരാറുണ്ട്. ഇതുപോലെ തന്നെ അദ്ദേഹം അവിടെ കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുപോയി കൊടുത്തപ്പം ഒരു സെയിൽസ്മാൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സർവീസർ ആയിരിക്കും നോക്കിയ സമയത്ത് അവർ പറഞ്ഞ കംപ്ലൈൻറ്റ് പ്രകാരം ഒരു പക്ഷേ ഇത് സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടായിരിക്കാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മൈക്കിൻ്റെ കംപ്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സർവീസ് സെൻ്ററിലേക്ക് കൊണ്ടുപോകാം എന്നാണ് അതിൻ്റെ അതർ സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി എന്തോ ആയിക്കോട്ടെ, ആ കംപ്ലൈൻറ്റ് മൂപ്പര് പറഞ്ഞതുപോലെ മൈക്കിൻ്റെ കംപ്ലൈൻറ്റ് തന്നെ ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിലും ഇത് കൊണ്ടുപോകേണ്ടത് സർവീസ് സെൻ്ററിലേക്കാണ്. അപ്പോൾ ആ സ്ഥാപനം അവർ ചെയ്തതും എന്ത് തന്നെയാണ്, ഈ പ്രൊഡക്റ്റ് സർവീസ് സെൻ്ററിലേക്ക് തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അദ്ദേഹവും പറയുന്നത് അത് തന്നെ, സെയിം. അങ്ങനെ സർവീസ് സെൻ്ററിലേക്ക് കൊണ്ടുപോയാൽ നിങ്ങൾക്കറിയാലോ, ഡാറ്റാസ് ഇൻ്റെത് ചോർന്നു പോകുന്ന പേടിയുള്ള ആൾക്കാർ ഫോർമാറ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. അല്ലെങ്കിൽ അതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ സർവീസ് സെൻ്ററുകൾ മൊബൈൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോണിന് സെപ്പറേറ്റ് ലോക്ക് ഇട്ട് സർവീസ് സെൻ്റർ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വേറൊരു ഓപ്ഷൻ ചെയ്യാവുന്ന ഒരു കേസുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കൊടുത്താൽ മതി. പക്ഷെ അദ്ദേഹത്തിന് പേടിയായതുകൊണ്ട് ഫോൺ ഫോർമാറ്റ് ചെയ്തിട്ടാണ് ഷോപ്പിൽ കൊടുത്തത്. അപ്പം തെറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്താണ്. അദ്ദേഹം ഫോർമാറ്റ് ചെയ്തു എന്നതുകൊണ്ട് സ്ഥാപനത്തിന് കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇദ്ദേഹത്തെ ന്യായീകരിക്കുകയോ സ്ഥാപനത്തിന് ന്യായീകരിക്കുകയോ അല്ല കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് എനിക്കിത് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരുപാട് കേസുകൾ ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ പറയാം. ഒരുപാട് ആൾക്കാരെ നിരത്തി നിർത്തി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ സ്ഥാപനം അദ്ദേഹത്തിന് സർവീസ് ബെറ്റർ ആക്കാൻ വേണ്ടി സ്ഥാപനം തന്നെ അതത് സർവീസിൽ കൊണ്ടുപോയി കൊടുത്ത് സർവീസ് ചെയ്ത് ആ സർവീസ് സെൻ്ററിൽ നിന്നും ഇത് റെഡിയാണ്, ഓക്കെ ആണ് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അദ്ദേഹം അത് യൂസ് ചെയ്യുന്ന സമയത്ത് അഗെയിൻ ആ പ്രോബ്ലം ഉണ്ട്.
എഗെയിൻ ആ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആ സ്ഥാപനമാകില്ല സുഹൃത്തെ. അത് ഒരിക്കലും അല്ല. അതിൻ്റെ കാരണം ആ സ്ഥാപനമല്ല അത് സർവീസ് ചെയ്തത് ആ ബ്രാൻഡിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ ആണ് എന്നതാണ് അതിൻ്റെ സത്യം. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. കംപ്ലൈൻറ്റ് എന്താണോ കംപ്ലൈൻറ്റ് അതാത് യൂസ് ചെയ്യുന്ന ആൾ തന്നെ ഡയറക്റ്റ്ലി ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോയിട്ട് അവരോട് കംപ്ലൈൻറ്റ് വൃത്തിയായി ധരിപ്പിച്ച് ആ കംപ്ലൈൻറ്റ് റെഡിയാക്കി തന്നാൽ അവിടെ ഇരുന്ന് മിനിറ്റുകളോ മണിക്കൂറുകളോ ഇരുന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം തിരിച്ചു വരിക എന്നുള്ളതേ അതിനൊരു ഓപ്ഷൻ ഉള്ളൂ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന് തരുമ്പോൾ ഞങ്ങൾ ഒരുപാട് മണിക്കൂറുകൾ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ 5ഉം 8ഉം 10ഉം മൊബൈൽ ഫോണുകൾ ഓരോരോ ബ്രാൻഡുകളുടെ ഫോണുകളുമായിട്ടായിരിക്കും പോകുന്നത്. പല ബ്രാൻഡുകളുടെ ഫോണുമായിട്ടായിരിക്കും നമ്മൾ സർവീസിന് കൊണ്ടുപോകുന്നത്. ആ സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളുടെ ഫോണ് അവിടെ മണിക്കൂറുകളോളം ഇരുന്ന് ചെക്ക് ചെയ്യാനുള്ള സമയം ഒരു പക്ഷേ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അവർ ഓക്കെ ഇത് റെഡിയാണ് എന്ന് പറഞ്ഞ് തരുമ്പോൾ നമ്മളത് കൊണ്ടുവന്ന് തന്ന് നിങ്ങൾക്ക് കൈമാറാനേ നമ്മൾക്ക്. അങ്ങനെ വരുമ്പോൾ എഗെയിൻ ആ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ വീണ്ടും കൊണ്ടുപോയി കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് ബുദ്ധിമുട്ട് എന്ന് പറയാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും റിട്ടേൺ വരണം, എഗെയിൻ നമ്മുടെ സ്ഥാപനത്തിൽ വരണം, സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോകണം, വീണ്ടും റിട്ടേൺ വരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. കാരണം നിങ്ങൾ വന്നാലേ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും കച്ചവടം നടക്കുകയുള്ളൂ. അത് മുഖാന്തരം നമ്മുടെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും 10 രൂപ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ വന്ന ആളെ വീണ്ടും വരാതിരിക്കാനുള്ള പരിപാടികൾ നമ്മൾ ആരും ചെയ്യാറില്ല, അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരിട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. ദിസ് ഇസ് അജ്മൽ ഫ്രം ബേസ് ബാൻഡ്. താങ്ക് യു.